മണിക്കൂർ 2 കാത്തു നിൽക്കണം. സ്വന്തം വണ്ടിയാണോ? അതെ. എന്താ? അല്ല, ഐ മീൻ ഇയാളുടെ വീട്ടിൽ 5-8 കാറുകളുണ്ട്. പക്ഷെ ഞാനത് സഞ്ചരിക്കാറില്ല. ഈ കാശുള്ള ടാക്സിയിൽ സഞ്ചരിച്ചാൽ അത് പാവങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ എന്തൊരു കരുണയുള്ള കോടീശ്വരൻ. അപ്പച്ചനും വന്നിട്ടുണ്ടോ? പിന്നെ അപ്പച്ചൻ ഓ, എന്തൊരു ചെറുപ്പം, എന്തൊരു കറുപ്പ്. കണ്ടാ പറയില്ല കേട്ടോ ഈ കുട്ടിയുടെ അപ്പച്ചനാണെന്ന്. ഈ ബ്രോക്കറുടെ പേരെന്താ? ബക്കർ. മിസ്റ്റർ ബ്രോക്കർ ബ്രക്കർ. തന്റെ ബാപ്പ വരെ എന്നെ അപ്പച്ചനെ വിളിക്കൂ. എന്തിനാണ് പറയുന്നു? എന്റെ സ്വന്തം അപ്പച്ചൻ വരെ എന്നെ അപ്പച്ചനെ വിളിക്കും. അതെന്താ? മൈ നെയിം ഈസ് അപ്പച്ചൻ. എന്റെ പേര് അപ്പച്ചൻ എന്നാണ്. അതാണ് എന്റെ ഭയങ്കര കോമഡി. Who is this white fellow? വാ. Look at that. ഈ ചെകുത്താന് കുരിശ് കാണുമ്പോൾ എനിക്ക് ഹൗസ് ഓണേഴ്സ് എല്ലാ മാസവും കൃത്യം 1-ാം തീയതി വലിഞ്ഞു കയറി വരും വാടക വാങ്ങാൻ ശവങ്ങള്. ഈ വീടിന്റെ ബാൽക്കണി മോളിൽ തന്നെയല്ലേ? കഴിഞ്ഞ മാസം മേളിലോട്ട് മാറ്റിയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നാ എടാ, ഈ വീടിന്റെ ബാൽക്കണിലേക്ക് പോകാൻ കോണിയൊക്കെ പേടിപ്പിച്ചു കേറി നോക്കി. ഇതുപോലത്തെ ബെഡ്റൂം 5 ഉള്ളത്. ഇത്തിരി പഴക്കം ഉണ്ടെങ്കിലും ഈ പരിസരത്തെ ഏറ്റവും മുന്തിയ വീടാ. ലാൻഡ് ഫോൺ വരെ ഉണ്ട്. മഴക്കാലത്താണെങ്കിൽ AC വേണ്ട. അല്ല, ചങ്ങാതി എന്തിയേ? അവൻ മേളിലേക്ക് പോയി. പടച്ചോനെ, നമ്മൾ പറയാൻ വിട്ടുപോയി. മോളിലൊരു പലവേളയിരിക്കുക. പറ്റിയ നല്ല സൗകര്യമുള്ള വീട്. താഴേക്ക് വന്നെങ്കിൽ കോണി വേണ്ട. കാലൊടിഞ്ഞാൽ തന്നെ ആശുപത്രി തൊട്ടടുത്തുണ്ട്. റോയിച്ച, എന്നാ ഈ വീട് ഫിക്സ് ചെയ്തേക്കണം. വെളിച്ചം വന്നത് എന്തടാ? അതെ, ഈ വീടിന്റെ വലിപ്പം തന്നെ കാണും. ഇതിന്റെ വാടകയ്ക്കും അഡ്വാൻസിനും നിന്റെ അപ്പം കൊണ്ട് തരുമോ? ഇല്ലല്ലേ? ഇല്ല. വാ. എന്താ വീട് തീരെ പിടിച്ചില്ലേ? മിസ്റ്റർ ബോക്കർ ബക്കർ, തൂത്തുവാരാൻ ഇവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ വീട് മതി. വീട് വലുതായതുകൊണ്ട് പേടിക്കണ്ട, വാടക ഉള്ളാ മതി. അപ്പൊ അഡ്വാൻസ് വേണ്ടേ? വേണ്ട. ഓ, ഇത്രയും സ്നേഹമുള്ളൊരു ബ്രോക്കർ ചേട്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഇത് നിങ്ങളടുത്തുള്ള സ്പെഷ്യൽ സ്നേഹം കൊണ്ടൊന്നും അല്ല. അവരൂടെ കേക്കട്ടെന്ന്. പ്രേതപാടുള്ള വീടാണല്ലേ? ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് അതല്ല. ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്നത് ഭീകരനായ ഒരു വാടക ഗുണ്ടയാ. പേര് സമർ ഖാൻ. ഹിന്ദിക്കാരനാ. അയാളിപ്പോ എവിടെ ഉണ്ട്? ആരെങ്കിലും തല്ലി കൊന്നിട്ടുണ്ടാവും. ഇവറ്റോടെ വിധി അതാണല്ലോ. എന്തായാലും 3-4 മാസമായിട്ട് ആ റൗഡിയുടെ ശല്യല്ലേ ഇവിടെ? അവനിവിടെ താമസിച്ചത് കാരണം ഈ സാറിന്റെ ഈ പരിസരത്തുള്ള ഒരു വീട്ടിലും ആരും താമസിക്കാറില്ല. ഇനി നിങ്ങളിവിടെ താമസിച്ചിട്ട് വേണം നല്ലൊരു പേരുണ്ടാക്കാൻ. ഞങ്ങളെ പോലെ ഡീസന്റ് പാർട്ടീസിനെ തന്നെ കിട്ടിയത് നിങ്ങളുടെ ഒരു ഭാഗ്യം അല്ലേ അപ്പച്ചാ? പിന്നെ റോയിച്ച, അച്ഛന്മാർക്ക് ഒരു പഞ്ഞവും ഇല്ല ഇവിടെ. ഒരു പഞ്ഞവും ഇല്ല. എന്തിനാണ് ഈ രാക്ഷസന്റെ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടത്? ഒരിക്കലും മറക്കാതിരിക്കാൻ. ഇവനിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിലെ പക ഇരട്ടിക്കും. കണ്ട വഴിക്ക് പിടിച്ചിരുത്തി വെട്ടിക്കൊണ്ട ആളല്ലേ? ഫോട്ടോ നീ വിട്ടരുത്. മര്യാദക്ക് ട്രാവൽ ഏജൻസി നടത്തി മനസ്സമാധാനത്തോട് കഴിഞ്ഞ എന്റെ അടുത്തേക്ക് നീ കൊണ്ടെന്ന് പരിചയപ്പെടുത്തിയ ദൈവമല്ലേ? എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അവന്റെ അമ്മൂമ്മയുടെ ഗഫൂർ ഖാദാസ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. 2 വരി പഠിച്ചാ മതി, വിസ ശരിയാക്കി തരാന്ന് പറഞ്ഞ് എത്ര പേരുടെ അടുത്താ കാശ് പിരിച്ചു കൊടുത്തേന്ന് എനിക്ക് തന്നെ പറഞ്ഞു. അപ്പൊ ഞാനോ? ആ ബ്രോക്കറുടെ ഹൗസ് ഓണറിന് മുമ്പില് നമ്മൾ നല്ലവരാ, പണക്കാരാ. കടവും കടത്തിന്റെ കൂടുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തവരാണ് നമ്മളെന്ന് ആർക്കും അറിയില്ല. നീ സ്ട്രോങ് ആയിട്ടൊന്നും ഒഴിക്കടാ. നമുക്ക് എല്ലാം മറന്നൊന്ന് പൊട്ടിക്കറിയാ. ചേട്ടാ, പൊന്നപ്പനെ കണ്ട? ഇന്ന് ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഞാൻ നീ ഇവിടെ നിൽക്ക. പൊന്നപ്പാ കണ്ടില്ലല്ലോ. പൊന്നപ്പാ, പട്ടിയുടെ അടുത്ത് എന്റെ കളി. ചേട്ടാ, പൊന്നപ്പനെ കണ്ടിരുന്ന? പൊന്നപ്പൻ മാർക്കറ്റിൽ ഡ്യൂട്ടിക്ക് പോയെന്ന് പറയാൻ പറഞ്ഞു. ഡ്യൂട്ടിക്കാ? ഇവനും ഡ്യൂട്ടിയോ? ഓഹോ, അപ്പൊ നിനക്ക് കിട്ടിയത് മതിയായില്ലല്ലേ? ഈശ്വര, പശയുടെ കാശെങ്കിലും കിട്ടണേ.
എന്താ ദിവസമാ, നല്ല കളക്ഷൻ ആയിരിക്കും. അയ്യോ എന്നെ തട്ടിക്കണ്ടേ മരുന്നേ. എന്നെ രക്ഷിക്കണേ. അയ്യോ എന്നെ രക്ഷിക്കണേ. എന്നെ തട്ടാൻ പറ്റില്ലേ. അയ്യോ ഞാനൊരു പാവമാണ്. വലത്തെ കാലിൽ നല്ല കളക്ഷൻ ഉണ്ട്, ഈ ഇടത്തെ കാലിൽ കുറഞ്ഞു പോയല്ലോ. പക്ഷെ തേച്ചതാണല്ലോ. എന്താ ബീഡി കുറ്റിയ കൂട്ടുണ്ടാവോ? ഇവിടെ പോരട്ടെ. ആ നീയാ, ഇതെന്ത് പറ്റിയടാ? അവരൊരു ഗ്രൂപ്പായിരുന്നു, ഒന്നിച്ചായിരുന്നു ആക്രമണം. ആര്? പട്ടി അല്ല പട്ടികൾ. നമുക്ക് വിസ തരാന്ന് പറഞ്ഞ കാശ് വാങ്ങി മുങ്ങിയ പട്ടികളാ? ആ ഒറിജിനൽ പട്ടികളാ. ഏതായാലും അവന്മാർ ഒളിവിൽ താമസിക്കുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു. പട്ടികളാ? അല്ലടാ തെണ്ടികള്, റോയിച്ചനും അപ്പച്ചനും. നമ്മളോട് കാശിനി വാങ്ങിച്ച അപ്പച്ചനെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ വിടരുത്, എന്നെ ആക്രമിച്ച ആ പട്ടികളെയും വെറുതെ വിടരുത്. ബാലു, ഇത് തന്നെ അല്ലേടാ വീട്? ആ, ഇത് തന്നെ. റോയിച്ചാ, അപ്പച്ചാ, വീട് മാറിയാലും ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചാ. വാല് തുറക്കടാ. തുറക്കാനാ പറഞ്ഞത്? എടാ തുറക്കാനാണ് പറഞ്ഞത്. ദാ, ദാ, എടാ വാതില് തുറക്കാൻ. വാതില് തുറക്കാൻ. ബാലു കൊണ്ടപ്പനും. അയ്യോ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മളില്ലാന്ന് പറ. നീ എന്തും മണ്ടത്തരം കാണിക്കണേ? നമ്മളില്ലാന്ന് നമ്മൾ തന്നെ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ലേ നമ്മൾ ഇടുന്നത്? ഒരു പണി ചെയ്യാം, ചവിട്ടി പൊളിച്ചാലോ? ആ പൊളിക്കടാ. അല്ല വേണ്ട, നീ വിളിക്കും, നീ വിളിക്കും. എന്റെ കാല് പോവാൻ. അപ്പൊ എന്റെ കാല് പോയിക്കോട്ടെ അല്ലേ? എന്റെ പശ ഞാൻ ഏത് എടുത്തേക്കും? മിണ്ടണ്ട, തെറി വിളിച്ച് തൊണ്ടാടുമ്പോ അവര് വിക്സ് വാങ്ങിക്കാൻ പോയിക്കോളും. അപ്പൊ നമുക്ക് മുങ്ങാം. റോയിച്ചാ, അപ്പച്ചാ. എടാ നിനക്ക് വീട് മാറിയതായിരിക്കും, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരുമില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞൂടെ? മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ്. അവര് തൊണ്ടയെടുത്തിട്ട് അവര് വിക്സ് വാങ്ങിക്കാൻ പോവുകയാണ്. രാത്രി ഒന്നും കഴിക്കാത്തോണ്ട് വിശപ്പില്ല. രാവിലെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഇനി പേടിക്കാൻ വേണ്ട. ഒരു ബറ്റാലിയൻ ഉണ്ടല്ലോ, ആരാപ്പാ നിങ്ങളൊക്കെ? ഞങ്ങൾ അപ്പച്ചനെ തപ്പി നടക്കുക. അപ്പച്ചനെ തപ്പിയെടുക്കണ എന്തിനാണ്? അമ്മച്ചോട് ചോദിച്ചാ പോരെ? ഇതാ അപ്പച്ചനല്ല, ഒരു പേരാ. അപ്പച്ചനും റോയിച്ചനും. ഓ ആ അപ്പച്ചന്മാര് അവരിവിടെ ഉണ്ടല്ലോ. എന്താ കാര്യം? ഇച്ചിരി ഗുണമുള്ള കാര്യ. ഗുണമുള്ള കാര്യ? കമ്മീഷൻ 3%. ആ വരി. അപ്പച്ചോ, റോയിച്ചോ റോയിച്ചോ, ഇത് ഞമ്മളാ ബ്രോക്കർ ബക്കർ. കളവ് തുറക്കി, ഒരു ഗുണമുള്ള കോള് വന്നിട്ടുണ്ട്. കമ്മീഷൻ 3%. ഇതാ ബക്കറിന്റെ സൗണ്ട് അല്ലേ? കോള് പോവും, വേഗം വരി. വാ, പോയി നോക്കാം. എന്താ ബക്കറെ? ഇതിന്റെ അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? നീയൊക്കെ എവിടെ ഒളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോടാ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, ഞങ്ങളുടെ കാശ് താടാ. നിങ്ങളൊക്കെ ഏത് പാതാളത്തിൽ ചെന്ന് വിളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കൂടാ. നിങ്ങൾ പുടിപിടി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. താനൊരു പലഹാരം ഉണ്ടാക്കണ്ട. ഞങ്ങളെ ഇവന്റെയൊക്കെ ട്രാവൽ ഏജൻസിയിൽ വിസയ്ക്ക് വേണ്ടി പണം കൊടുത്തവരാ. ഞങ്ങളിപ്പോ തെണ്ടികൾ അറിയോ? വിസ കിട്ടി നിങ്ങൾ അവിടെ ചെന്നാലും തെണ്ടിയുടെ പണിയെ കിട്ടുള്ളൂ. എനിക്കൊരു തെണ്ടിയുടെ അടി കൊള്ളുന്ന നല്ലതാ. ഞങ്ങൾ കുടുംബം വരെ പണയം വെച്ച കാശാ. അത് കിട്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ. തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, കുറച്ച് അവധി വേണം. ഇവിടുന്ന് മുങ്ങാനുള്ള അവധിയായിരിക്കും. അല്ല, സത്യമായിട്ടും കാശ് തരാം. ഈ വീട് വിറ്റിട്ടായാലും കാശ് തരാം. ഏത് വീട്? ഇവന്റെ അമ്മാവൻ ബെങ്കുന്നാളെ ചാറ്റത്തിന്റെ വീട്. ഇനി എന്താ കുഴപ്പം? വീട് വിൽക്കാനുള്ള സാവകാശം കൊടുക്കുക, അതല്ലേ മര്യാദ. ഒരാഴ്ച സമയം തരാം. നമുക്ക് വേണ്ട, അങ്ങനെ കൊടുത്താൽ. ഒരാഴ്ച ഞാൻ സമയം തരാം. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തരികിട കാണിച്ചാൽ രണ്ടിന്റെ ജീവനും കൊണ്ട് ഞങ്ങൾ പോകുള്ളൂ. അവന്മാര് പേടിച്ചിട്ടില്ല. പാവങ്ങള് വീട് മാറി പോണ കണ്ടപ്പോ നമ്മളാ കൂട്ടിക്കൊണ്ടുവന്നത്. ഓഹോ, ഈ ഉപകാരം ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊഞ്ചിക്കല്ലേ? വിടുവിട, അവന്മാർ ഇനി വീട് മാറി പോകും. ഈ പരനാറി ഒറ്റൊരുത്തനാ ഇതിനൊക്കെ കാരണം. അത് പോട്ടെ. വീട് വിറ്റിട്ടാണെങ്കിലും കാശ് കൊടുക്കാവുന്ന നീ എന്തർത്ഥത്തിൽ അവർക്ക് വാക്ക് കൊടുത്തത്? പിന്നെ വിൽക്കാനായിട്ട് നിന്റെ അങ്കമാലിന്റെ അമ്മാവന്റെ ബംബ്ലാവും ഏക്കറക്കണക്കിന് ഭൂമിയും കിടക്കല്ലേ? പിടിച്ചിക്കാൻ വേറെ വഴിയിലുണ്ട്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ അവര് വരുമ്പോ നീ എന്ത് സമാധാനം പറയും? ഇല്ലാന്ന് പറയും. കൊല്ലണേ നിന്നെ കൊല്ലണ. ഓ ദൈവമേ, കടക്കാർക്ക് വിട്ടുന്ന നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഹിന്ദി നന്നായിട്ട് അറിയാമല്ലോ. നീ സമർ ഖാനാണെന്ന് പറഞ്ഞ ആ ഫോൺ എടുത്ത് സംസാരിക്കും. സമർ ഖാനാണെന്ന് പറഞ്ഞ് നീ സംസാരിക്കും. നീ ഇപ്പൊ എന്തിന് കോപ്പിലും വന്ന് മനുഷ്യനിവിടെ. നീ സമർ ഖാനാണ്. ഇതെന്താ കൊച്ചിനെ നീ ഫാൻ? ഇപ്പൊ ഓക്കെ. ഹലോ, സമർ ഖാൻ സ്പീക്കിംഗ്. समर खान नमस्कार समर खान, मैं शिवचंद्र पनीकर बोल रहा हूं. आपके पास अब 2 लाख रुपया आप पहुंचेंगे. आपको क्या करना पड़ेगा और बाकी के हिसाब किताब के बारे में हम आपस में मिलने पर बात करेंगे. ആരാ വിളിച്ചേ? ഏതോ ഒരു ശിവചന്ദ്ര പണിക്കര് 2 ലക്ഷം രൂപ കൊടുത്തയക്കണ്ടെന്ന്. ബാക്കി കാണുമ്പോ തരാന്ന്. ഇതാരോ സമർ ഖാന് കൊട്ടേഷൻ കൊടുത്ത കാശാ. എന്തായാലും വേണ്ടില്ല. ആ കാശ് കിട്ടിയിട്ട് ഒരു 19 പൊറോട്ടയും 2 ചില്ലി ചിക്കനും വാങ്ങിച്ച് എന്റെ വിശപ്പൊന്ന് മാറ്റായിരുന്നു. ബാക്കി നേരിട്ട് കാണുമ്പോ തരാന്നല്ലേ പറഞ്ഞത്? എടാ നേരിട്ട് കാണുമ്പോ നമ്മൾ സമർ ഖാൻ അല്ലെന്ന് അറിയില്ലേ? നമ്മൾ ബാക്കി വാങ്ങാൻ പോലെന്ന്. എന്തായാലും
ഞാൻ സമർ ഖാൻ ആവാൻ തീരുമാനിച്ചു. കിതനെ ലാഖ്? 2 लाख. കിതനെ ആദ്മി? 2 ആദ്മി. ഇനി നമ്മളുടെ കാര്യം നടക്കും. ഉടനെ സമർ ഖാന് 2 ലക്ഷം രൂപ എത്തിക്കണം. എനിക്ക് ആളെ അറിയില്ലല്ലോ സാർ. കുഴപ്പമില്ല, ഞാൻ അഡ്രസ് തരാം. ആ വീട്ടിൽ സമർ ഖാൻ മാത്രമേ ഉള്ളൂ. എടാ ഈ സമർ ഖാൻ താടി ഉണ്ടാവോ? എടാ പൊതുവെ എല്ലാ ഖാനുമാർക്കും താടിയുണ്ട്. ആ. അംജദ് ഖാനെ കണ്ടിട്ടില്ലേ? താടിയില്ലേ? അപ്പൊ ഈ സൽമാൻ ഖാൻ ഈ താടി മീശം പോയിട്ട് നെഞ്ചത്തൊരു രോമം പോലും ഇല്ലല്ല. ആദ്യം ഐശ്വര്യ റായിയെ വളയ്ക്കാൻ വേണ്ടി വടിച്ചു കളഞ്ഞല്ലേ? ആ അപ്പൊ മൻസൂർ അലി ഖാനിയാ ഈ സീരിയലിൽ സിനിമയിലൊക്കെ ഉള്ള ഖാൻ താടി ഇല്ല. അപ്പഴാ ഒരുമാതിരി കോപ്പിലെ വെറുതെ പുഴുവടിക്കാണ്. അത് ചൂടത്ത് ഗാമോർക്ക് താടി ഇടുന്നു. എന്താ ചെയ്യാ? തലപ്പാവും കൂടെ കെട്ടിയാ ഓക്കെ. समर खान, मैं समर खान हूँ. മോർണിംഗ്. ക്യാഷ്. Yes? Yeah. Balance amount. ബാലൻസ് 2 ദിവസത്തിനുള്ളിൽ. क्या बोलते हो? വിത്തിൻ 2 days. 2 days? Yeah. Okay, okay, okay. जाओ. കണ്ടടാ 2 ലക്ഷം രൂപ. ഇതെങ്ങനെ ഒന്ന് ചെലവാക്കും? ചെലവാക്ക്. ഇതേ കടം വീട്ടാണല്ലോ. കാണും കൺകുളിക്കെ കാണും. തരാന്ന് പറയുന്നത് ഇയാളുടെ തന്റെ തരാന്ന്. സൈലൻസ്! എന്റെ പ്രിയപ്പെട്ട കടക്കാരെ, നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടിയെന്ന് ബഹളം വെച്ചാൽ എനിക്ക് നിങ്ങളുടെ കാശ് തരാൻ ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഹോട്ടൽ മുറി അറേഞ്ച് ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശിന്റെ കണക്ക് നോക്കി സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വരിവരിയായി നിന്ന് സഹകരിച്ച് ഇവിടെ അപ്പൊ കാശ് എടുത്ത് കൊടുക്കും. കാശ് കൊടുത്തു തുടങ്ങിയടാ. രാജു 10,000, ഗിരീഷ് വൈക്കം 10,000. ഞങ്ങളുടെ പണം 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം. 2 days, after 2 days. പൈസ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ 2 ദിവസം തരാന്നേ. ഞങ്ങൾ 2 പേരും അമ്മച്ചാണ് സത്യം. കുറച്ച് ക്യാഷ് വരാനുണ്ട്. ഒന്നുമേ ഇത് നിന്റെയൊക്കെ അവസാനത്തെ അവധിയാ, ഓർത്തോ? 2 ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ നിന്റെയൊക്കെ അണ്ണാക്കി പറഞ്ഞേക്കാം. 2 ദിവസത്തിനുള്ളിൽ വരണോട്ടോ. മറ്റേ പാട്ടുകാരൻ വരില്ലേ, താടിക്കാരൻ ബുള്ളറ്റിൽ വരാനിരിക്കൂല. कौन है तुम? दादों की दादा, बड़ा दादा समर खान ही हूँ. ക്യാഷ് ആയിരിക്കും 1500 രൂപ. ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ല. കഞ്ഞി കുടിച്ചിട്ട് ഇപ്പൊ തന്നെ വരാട്ടാ. കഞ്ഞൂരി കത്തറ വേണ്ടി വെച്ച് വന്ന ഇവിടെ ഭയങ്കര अबे रुक, नहीं तो गोली मार दूंगा. നിങ്ങൾ ആരാ? समर खान. റോജ രക്ഷിക്കടാ. अच्छा तो तुम अकेले नहीं हो. अबे बाहर निकल साले. तुम्हें इस घर में रहने को किसने बोला? അത് പിന്നെ ഞങ്ങള് മറുപടി പറയണ പട്ടി. ബ്രോക്കർ ബക്കർ ബോൾ से आएगी. मेरे नाम पे आया 2 लाख रुपया किधर है? सुना नहीं? पैसा किधर है? ഇയാള് പറയുന്നത് അയാളുടെ കാശ് എന്തെന്ന് बंद करो ये नाटक और निकाल पैसा. ഞങ്ങളോട് ക്ഷമിക്കണം. നിവൃത്തികരോട് ചെയ്തു പോയതാ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. എന്തെങ്കിലും ജോലി ചെയ്തു ഞങ്ങളത് വീട്ടിൽ കൊള്ളാം. ये पैसा एक बहुत बड़ा काम का एडवांस है. या तुम पैसा मुझे वापस करो या वो काम तुम खुद करो. എന്തുവാടെ പറയുന്നത്? കാശിന് വേണ്ടി അങ്ങേര് ഏറ്റെടുത്ത ജോലി നമ്മൾ ചെയ്യണമെന്ന്. ചെയ്യാം. ഓക്കെ. ये इस शहर का मेयर कृष्णदास. तुम्हें इसे मारना होगा, समझे? ഈ ഫോട്ടോ കാണാൻ മേയർ നമ്മൾ കൊല്ലണമെന്ന്. കൊല്ലാനാ? हाँ കൊല്ലാനൊന്നും പറ്റത്തില്ല. നോ നോ. മറന്നു नहीं होगा. ठीक है, मेरा पैसा वापस करो वरना मजबूरन मुझे तुम दोनों को मारना पड़ेगा. ठीक है, हम मेयर को मारेगा. शाबाश. काम खत्म होने के बाद हम तुमको 1 लाख रुपया और देंगे. बंदूक है तुम्हारे पास? नहीं नहीं नहीं. ये रखो.
നിനക്ക് കൊല്ലാൻ പറ്റുമോ? നിനക്കോ? നമുക്ക് ധൈര്യം സംഭരിക്കാടാ. എന്തിനു കൊല്ലാനാ? അല്ല, ഇനി ആ സമർഖാന്റെ കണ്ണിൽ പെടാതെ മുങ്ങി നടക്കാനായിട്ട്. നമ്മളെ കൊന്നില്ലെങ്കിലും മേയർ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായി. കൊതുകും മേറില്ലാത്ത കൊച്ചിയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ എന്റെ അറബിക്കടൽ റാണിയെ വിധവയാക്കാൻ സമ്മതിക്കില്ല.